ചില ആളുകളുണ്ട് തൻ്റെ പാണ്ഡിത്യം മുഴുവൻ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് വളരെയേറെ ആഗ്രഹമുള്ളവരാണ് അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പണ്ഡിതൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഈ പണ്ഡിതൻ ഒരിക്കലൊരു വള്ളത്തിൽ കയറി. വള്ളം പുറപ്പെട്ടത് മുതൽ വള്ളക്കാരനോട് അയാൾ ഓരോ വിജ്ഞാനത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ തുടങ്ങി. നീ അഭിജ്ഞാന ശാകുന്തളം വായിച്ചിട്ടുണ്ടോ? പണ്ഡിതൻ ചോദിച്ചു. ഇല്ല സാറേ, എനിക്ക് എഴുത്തും വായന അറിയില്ല. വള്ളക്കാരൻ മറുപടി പറഞ്ഞു. ഇതോടെ പണ്ഡിതൻ വള്ളക്കാരനോട് പരമപുച്ഛം. നിനക്ക് വഞ്ചി തുഴയാനല്ലാതെ എന്തറിയാം, പാമ്പര വിഡ്ഢി എന്ന് അയാളിങ്ങനെ അങ്ങനെ യാത്രയിലുടനീളം വള്ളക്കാരനെ പണ്ഡിതൻ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. വഞ്ചി അങ്ങനെ മുന്നോട്ട് തുഴഞ്ഞു പോകവേ വലിയൊരു കാറ്റടിച്ചു. വഞ്ചി മറിഞ്ഞു. പണ്ഡിതന് വള്ളക്കാരൻ ദേ കിടക്കുന്നു നദിയിൽ. നീന്തൽ അറിയാത്ത പണ്ഡിതൻ മുങ്ങി താഴാൻ തുടങ്ങി. കൈകാലിട്ടടിക്കാൻ തുടങ്ങി. താണുകൊണ്ടിരിക്കുകയാണ്. നീന്തൽ നന്നായിട്ട് അറിയുന്ന വള്ളക്കാരൻ പണ്ഡിതനെ ഒരു വിധം രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. പണ്ഡിതന് കാര്യം മനസ്സിലായി. നിസ്സാരക്കാരൻ താൻ കരുതിയ വള്ളക്കാരൻ ഒരു പുലിയാണെന്ന് മനസ്സിലായി. അയാളുടെ ഒരു ഒറ്റ സഹായം കൊണ്ടാണ് തനിക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടിയെന്നും പണ്ഡിതന് ബോധ്യപ്പെട്ടു. അയാളെ ലജ്ജിച്ച് തല താഴ്ത്തി. അയാൾ വള്ളക്കാരനോട് സോറി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. പാണ്ഡിത്യമല്ല എല്ലാം എന്ന് അയാൾക്ക് മനസ്സിലായി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ആരെയും നമ്മൾ നിസ്സാരക്കാരനായി കാണാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ടാകും. സ്വന്തം കഴിവിൽ ഒരു കാരണവശാലും അഹങ്കരിക്കുകയും അരുത്. വിവരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലെന്നേ, വിജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായോഗികത വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല, വിജ്ഞാനത്തെക്കാളും എപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത് വിവേകമാണ്. അതൊരു തിരിച്ചറിവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.